ഹലോ നമസ്കാരം, രഞ്ജിത്ത്. നിങ്ങളോട് പറയാതെ നിങ്ങളുടെ ഒരു സ്റ്റാഫ് 3-4 ദിവസം ലീവ് എടുക്കുന്നു എന്ന് വിചാരിക്കുക. എന്താണ് നിങ്ങൾ ചെയ്യുക, എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചാണ് ഈ വീഡിയോ. ഇങ്ങനെ പറയാതെ ഒരു എംപ്ലോയി ലീവ് എടുക്കുകയാണെങ്കിൽ, പറയാത്ത ഒരു ലീവാണെങ്കിൽ തന്നെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അയാളെ ആദ്യ ദിവസം തന്നെ കോൺടാക്റ്റ് ചെയ്യാനുള്ള ഒരു സംവിധാനം ഉണ്ടായിരിക്കണം. നിങ്ങൾക്ക് ഒരു HR ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടെങ്കിൽ പറയാതെയുള്ള ലീവാണെങ്കിൽ തീർച്ചയായിട്ടും എംപ്ലോയിനെ അന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യാൻ പറ്റണം. അപ്പോൾ പലപ്പോഴും ആ എംപ്ലോയിയെ ചിലപ്പോൾ നമുക്ക് കണക്ട് ചെയ്യാൻ സാധിച്ചേക്കാം. ചിലപ്പോൾ ഏതെങ്കിലും ഒരു അത്യാവശ്യത്തിന് വേണ്ടി ലീവ് എടുത്തായിരിക്കാം അദ്ദേഹത്തിന് പറയാൻ ചിലപ്പോൾ പറ്റിയിട്ടുണ്ടാവില്ല. ചിലപ്പോൾ എംപ്ലോയിനെ നമുക്ക് വിളിച്ചിട്ട് കിട്ടുന്നുണ്ടാവില്ല, അയാൾ നോട്ട് റീച്ചബിൾ ആയിരിക്കാം, അല്ലെങ്കിൽ അദ്ദേഹം ഫോൺ എടുക്കുന്നുണ്ടാവില്ല. 2, 3, 4 ദിവസം അങ്ങനെ ഫോണിൽ അദ്ദേഹം അവൈലബിൾ അല്ലാതിരിക്കുന്നു. അപ്പോൾ അവൈലബിൾ ആണെങ്കിൽ അതൊരു അത്യാവശ്യ കാര്യമാണ് എന്ന് നമുക്ക് ഉറപ്പാണെങ്കിൽ തീർച്ചയായിട്ടും അതിന് നമുക്ക് ലീവാക്കി മാറ്റാവുന്നതാണ്. അതേസമയം അദ്ദേഹം അവൈലബിൾ ആവുന്നില്ല, ഒരു 4 ദിവസങ്ങൾക്ക് ശേഷം 5-ാമത്തെ ദിവസം പെട്ടെന്ന് ഓഫീസിൽ പ്രത്യക്ഷപ്പെടുന്നു. എന്താണ് ചെയ്യേണ്ടത്? തീർച്ചയായിട്ടും ആളുകളെ കുഴപ്പിക്കുന്ന ചോദ്യമാണ്. പല ആളുകളും അപ്പോൾ തന്നെ പിരിച്ചുവിടണം എന്ന് ആഗ്രഹമുള്ളവരും അല്ലെങ്കിൽ അങ്ങനെ പറയുന്നവരുമായിരിക്കും. പക്ഷേ അതിന് കൃത്യമായിട്ടുള്ള ഒരു പ്രോസസ്സ് ഉണ്ട് എന്നുള്ളതാണ് സത്യം. എന്താണ് പ്രോസസ്സ്? അപ്പോൾ ഇത്തരത്തിൽ ഒരു സംഭവം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് നമുക്കറിയാമല്ലോ. ഒരു കമ്പനിയാണ്, പലതരത്തിലുള്ള എംപ്ലോയീസ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരു സാധ്യത ഉണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും ആദ്യം വേണ്ടത് എന്താ? ഇത്തരത്തിലുള്ള സാധ്യതകളെല്ലാം കുറിച്ചു വെച്ചുകൊണ്ടുള്ള ഇതിന് കൃത്യമായിട്ടുള്ള പോളിസികളാണ്. അതായത് കൃത്യമായൊരു HR പോളിസി നിങ്ങൾക്കുണ്ടായിരിക്കണം. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അൺഇൻഫോംഡ് ആയിട്ടുള്ള ലീവ്സ് എടുത്തു കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ പ്രോസസ്സ്, എന്താണ് സംഭവിക്കുക എന്നുള്ളത് HR പോളിസിയിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടാവണം. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ഈസിയാണ്, നമുക്ക് ആ പോളിസി ഒന്ന് റിവ്യൂ ചെയ്യാം. ആ പോളിസിയിൽ എന്താണോ പറഞ്ഞിരിക്കുന്നത് ആ ഒരു ആക്ഷനിലേക്ക് പെട്ടെന്ന് പോകാം. പല കമ്പനികളും പലതരത്തിലാണ് ഇതിനെ ഡീൽ ചെയ്യുക. ചില ആളുകൾ വന്ന ആളിനെ വീണ്ടും ഒന്ന് ഇൻ്റർവ്യൂ ചെയ്യും, അദ്ദേഹവുമായി ഡിസ്കസ് ചെയ്യും ആക്ച്വലി എന്താണ് സംഭവിച്ചത്. ചിലപ്പോൾ വളരെ ജെന്യുവൻ ആയിട്ടുള്ള കേസായിരിക്കാം. അദ്ദേഹത്തിന് ഒരു കാരണവശാലും നമ്മളെ അറിയിക്കാൻ പറ്റാത്ത രീതിയിൽ ചിലപ്പോൾ മൊബൈൽ ഫോൺ ലോസ്റ്റായി പോയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഏതെങ്കിലും അത്യാഹിതത്തിൽ പെട്ടിട്ടുണ്ടാവാം, എന്തുമാകാം. അപ്പോൾ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കൃത്യമാണോ എന്ന് പരിശോധിക്കുക. അപ്പോൾ ഇദ്ദേഹവുമായി ഡിസ്കസ് ചെയ്തിട്ട് അദ്ദേഹം പറയുന്ന കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കൃത്യമാണോ, അദ്ദേഹം പറയുന്ന സ്റ്റോറി കറക്റ്റാണോ എന്നുള്ളത് പരിശോധിക്കാനുള്ള സംവിധാനം വേണം. HR ഡിപ്പാർട്ട്മെൻറ്റ് ജോലി തന്നെയാണത്, ഒരു സംശയമില്ല. അങ്ങനെ അദ്ദേഹം പറയുന്നത് പൂർണ്ണമായും ശരിയാണെങ്കിൽ, അതായത് ഒരു കാരണവശാലും നമ്മളെ അറിയിക്കാനുള്ള സംവിധാനം, ഒരു മെസ്സേജ് പോലും അയക്കാനുള്ള സംവിധാനം ഉണ്ടായിരുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് വേണമെങ്കിൽ ഒരു ഇളവ് കൊടുക്കാവുന്നതാണ്. ഒരു വാണിംഗ് കൃത്യമായി കൊടുത്തുകൊണ്ട് വേണമെങ്കിൽ ജോയിൻ ചെയ്യിപ്പിക്കാം. ഒന്നുകിൽ ഒരു വാണിംഗ് ആവാം, ചിലപ്പോൾ അതൊരു പെനാൽറ്റി ആവാം. HR പോളിസിയിൽ കൃത്യമായി ആദ്യമേ മെൻഷൻ ചെയ്യണം കേട്ടോ. ചിലപ്പോൾ ഇല്ലെങ്കിൽ ആദ്യത്തെ ഒരു ഇൻസിഡൻറ്റ് നിങ്ങൾക്ക് സംഭവിക്കുകയാണെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് HR പോളിസിയിൽ ഇത് ആഡ് ചെയ്യുകയും ആവാം. അതേസമയം അദ്ദേഹത്തിന് പല അവസരങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുകയാണെന്ന് വിചാരിക്കട്ടെ, അതായത് നമ്മളെ അറിയിക്കാനായിട്ട്, എന്നിട്ടും അറിയിച്ചിട്ടില്ല. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും HR പോളിസിയിൽ നിങ്ങൾ എഴുതി ചേർക്കേണ്ടത് ഇങ്ങനെയാണ്. ഒരു സംശയം വേണ്ട, ആ എംപ്ലോയി ഒരുപാട് കാലം നമുക്ക് വേണ്ടി വർക്ക് ചെയ്തിട്ടുള്ള ഒരാളായിരിക്കാം. പക്ഷേ വേറെ എന്തോ അദ്ദേഹം പറയുന്ന സ്റ്റോറിക്കകത്ത് എന്തോ ഒരു നുണയുണ്ട്, അദ്ദേഹം പറഞ്ഞിട്ടില്ല. ഒന്നുകിൽ നിങ്ങൾക്ക് ഒരു വാണിംഗ്, ലാസ്റ്റ് വാണിംഗ് എന്നുള്ള രീതിയിൽ കൊടുക്കാം, അല്ലെങ്കിൽ ഒരു ഹെവി ആയിട്ടുള്ള പെനാൽറ്റി വേണമെങ്കിൽ കൊടുക്കാം, അല്ലെങ്കിൽ ഉടനടി വേണമെങ്കിൽ നിങ്ങൾക്ക് പിരിച്ചുവിടാം. കാരണം പലപ്പോഴും ഇതൊരു ബ്രീച്ചാണ്, നമ്മൾ കോൺട്രാക്റ്റിൻ്റെ ഒരു ബ്രീച്ച് എന്ന് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ ഒരു 4 ദിവസമൊക്കെ അൺഇൻഫോംഡ് ആയിട്ട് ലീവ് എടുക്കുക എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അദ്ദേഹം പർപ്പസ്ഫുള്ളി ചെയ്തിട്ടുള്ളതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിലാണ്. അപ്പോൾ എല്ലാ ഭാഗങ്ങളും ശരിക്കും നോക്കിയതിന് ശേഷം വേണം ഇത്തരമൊരു തീരുമാനത്തിലേക്ക് എത്താൻ. ഒപ്പം തന്നെ ഈ പറയുന്ന ഒരു സപ്പോർട്ട് സിസ്റ്റം കൂടി അവിടെ വർക്ക് ചെയ്യണം. ചിലപ്പോൾ എംപ്ലോയിയുടെ ഷൂസിൽ നിന്ന് ചിന്തിക്കേണ്ടി വരാം. അദ്ദേഹത്തിന് കൃത്യമായിട്ടുള്ള കാരണങ്ങൾ ഉണ്ടാകാം ഇത് പറയാനായിട്ട്. ഇനിയിപ്പോൾ അങ്ങനെ ചെയ്യാൻ അദ്ദേഹത്തെ തോന്നിപ്പിച്ച ഘടകം എന്തായിരിക്കാം? ഒരു പക്ഷേ ചിലപ്പോൾ ഏതെങ്കിലും ഒരു കൊളീഗായിട്ടുള്ള അഭിപ്രായ വ്യത്യാസമായിരിക്കാം, ഒരു വഴക്കായിരിക്കാം, വേറെ ഏതെങ്കിലും തരത്തിലുള്ള മാനസിക പ്രശ്നമായിരിക്കാം, കുടുംബത്തിൽ നിന്നുണ്ടായിട്ടുള്ള ഒരു ആഘാതമായിരിക്കാം, എന്തുമായിരിക്കാം. അപ്പോൾ പലപ്പോഴും നമ്മൾ ഒരു എംപതറ്റിക് ആവേണ്ടതിൻ്റെ ആവശ്യകത കൂടിയുണ്ട്. അവിടെയാണ് ശരിക്കും HR ഡിപ്പാർട്ട്മെൻറ്റ് ഒരു ഓർഗനൈസേഷനിൽ ഏറ്റവും എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യാൻ സാധിക്കുക. നല്ലൊരു HR മാനേജർ ആണെങ്കിൽ അവരുമായിട്ട് എംപതറ്റിക് ആവുകയും അവരുടെ റിയൽ ആയിട്ടുള്ള കൺസേൺ എന്താണെന്ന് മനസ്സിലാക്കുകയും ആ കൺസേണിനെ സുഖപ്പെടുത്താവുന്ന ഒരു കൺസേൺ ആണെങ്കിൽ, നമുക്ക് ഒരു ഉത്തരമുള്ള കൺസേൺ ആണെങ്കിൽ ആ കൺസേണിനെ നമ്മൾ കൃത്യമായി അഡ്രസ്സ് ചെയ്യുകയും അദ്ദേഹത്തെ വീണ്ടും കണ്ടിന്യൂ ചെയ്യിപ്പിക്കുകയും ഒക്കെ ചെയ്യാം. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആറ്റിറ്റ്യൂഡ് മോശമാണെങ്കിൽ, നമ്മളുള്ള അതുമായിട്ടുള്ള പ്രതികരണം മോശമാണെങ്കിൽ, സഹകരിക്കുന്നില്ലെങ്കിലൊക്കെ പലപ്പോഴും വളരെ എക്സ്ട്രീമായിട്ടുള്ള ഒരു ആക്ഷൻ എടുക്കേണ്ടി വരികയും ചെയ്യാം. അപ്പോൾ ഈ പോയിന്റുകളെല്ലാം നോട്ട് ചെയ്തുകൊണ്ട് കൃത്യമായിട്ടുള്ള ഒരു HR പോളിസി നിങ്ങൾ തയ്യാറാക്കി വയ്ക്കുകയാണെങ്കിൽ കൂടുതൽ സംസാരങ്ങൾക്ക് പോലും ചിലപ്പോൾ അവിടെ ആവശ്യമുണ്ടാവില്ല. കൃത്യമായിട്ടുള്ള ഒരു തീരുമാനം, ഡിസിഷൻ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് എടുക്കാം.
അപ്പോൾ ഈ ഒരു പ്രോസസ്സ് നിങ്ങൾ എന്തായാലും ഫോളോ ചെയ്യണം. ആദ്യം തന്നെ അയാളെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കണം. എത്ര ട്രൈ ചെയ്തിട്ടും കിട്ടുന്നില്ലെങ്കിൽ അദ്ദേഹം വരുന്ന സമയത്ത് അദ്ദേഹവുമായി നേരിട്ട് ഇരുന്ന് സംസാരിക്കണം. അദ്ദേഹം പറയുന്ന സ്റ്റോറീസ് എല്ലാം കറക്റ്റാണോ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ പറ്റണം. അങ്ങനെ കറക്റ്റ് ആണെങ്കിൽ, അതായത് അദ്ദേഹത്തിന് ഒരു തരത്തിലും കോൺടാക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയിലല്ലെങ്കിൽ അദ്ദേഹത്തിന് ഒരു വാണിങ്ങോ കൃത്യമായിട്ടുള്ളൊരു വാണിംഗ് ലെറ്ററോ മെമ്മോയോ ഒക്കെ കൊടുത്തുകൊണ്ട് വേണമെങ്കിൽ ഒരു ലാസ്റ്റ് വാണിംഗ് എന്ന് തന്നെ പറഞ്ഞുകൊണ്ട് ഇഷ്യൂ ചെയ്തുകൊണ്ട് നമുക്ക് അദ്ദേഹത്തെ വീണ്ടും ജോലിയിൽ പ്രവേശിപ്പിക്കാം. അല്ലെങ്കിൽ ഒരു ചെറിയ പെനാൽറ്റി എന്നുള്ള രീതിയിൽ എന്തെങ്കിലും കൊടുക്കാം. അതർവൈസ് അദ്ദേഹത്തിന് പെൻഡിങ് ആയിട്ടുള്ള വർക്ക് ഉണ്ടെങ്കിൽ ആ പെൻഡിങ് ആയിട്ടുള്ള വർക്കിനെ ബേസ് ചെയ്തുകൊണ്ട് പെനാൽറ്റി നിങ്ങൾക്ക് തീരുമാനിക്കാം. നിങ്ങൾക്ക് ഇനി ഇദ്ദേഹം പറഞ്ഞ സ്റ്റോറിയിൽ ഒരുപാട് വോയിഡുകളുണ്ട്, ഒരുപാട് ലൂപ്പ് ഹോൾസ് ഉണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടി കൃത്യമായി അന്വേഷിക്കാം. അദ്ദേഹമായിട്ട് കുറച്ചുകൂടി ഡീപ്പറായി സംസാരിക്കാം. എന്താണ് ആക്ച്വലി അദ്ദേഹത്തിന് പറ്റിയത് എന്ന് അന്വേഷിക്കാൻ. ചിലപ്പോൾ വളരെ ലോയലായിട്ടുള്ള ഒരു എംപ്ലോയി ആയിരുന്നിട്ടുണ്ടാകാം. മനുഷ്യനാണ്, അതുകൊണ്ട് പല പ്രശ്നങ്ങളിലും ചെന്ന് ചാടാം. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ എംപത്തറ്റിക് ആയിട്ട് സംസാരിക്കാനുള്ളൊരു സപ്പോർട്ട് സിസ്റ്റം അവിടെ ഡെവലപ്പ് ചെയ്യണം. എന്നിട്ട് നമുക്ക് തോന്നുകയാണ് ഇത് കമ്പനിയുടെ കൂടി മിസ്റ്റേക്ക് ആവാമല്ലോ ചില സമയത്ത്. അങ്ങനെ കമ്പനിയുടെ കൂടി മിസ്റ്റേക്കാണ്, നമുക്ക് അവരെ രക്ഷിച്ചെടുക്കാം അല്ലെങ്കിൽ തിരിച്ചു കൊണ്ടുവരാമെന്നൊക്കെ ഫീൽ ചെയ്യുകയാണെങ്കിൽ അതിനുള്ളൊരു ഓപ്പർച്യൂണിറ്റി കൂടി കൊടുക്കാനുള്ളൊരു ചെറിയ സ്പേസ് കൂടി ഇടണം. ഇതിലൊന്നും പറ്റുന്നില്ലെങ്കിലാണ് എക്സ്ട്രീമായിട്ടുള്ളൊരു ഡിസിഷനിലേക്ക് പോകേണ്ടത്. തീർച്ചയായിട്ടും അങ്ങനെയുള്ള കേസസിൽ, ആറ്റിറ്റ്യൂഡ് ഇല്ലാത്ത കേസിൽ, പർപ്പസ്ഫുള്ളി ചെയ്താണെന്ന് ഉറപ്പാവുകയാണെന്നുള്ള കേസിൽ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ഒരാളെ ടെർമിനേറ്റ് ചെയ്യുക തന്നെ വേണം. അതും HR പോളിസിയിൽ കൃത്യമായി നമ്മൾ രേഖപ്പെടുത്തണം. അപ്പോൾ HR പോളിസിയിലെ പല സെഗ്മെൻറ്റുകളെ കുറിച്ച് ഞാൻ സംസാരിക്കുന്നുണ്ടാവാം. ഇപ്പോൾ ഈ അൺഓതറൈസ്ഡ് ആയിട്ടുള്ള ലീവിനെ കുറിച്ചുള്ള പോയിന്റ് ഇതാണ്. ഓൾ ദി ബെസ്റ്റ്.